എല്ലാ പ്രിയപ്പെട്ട സജ്ജനങ്ങൾക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ ആദിനാരായണമൂർത്തി കലിയുഗത്തിലെ ഭക്തരുടെ അഭീഷ്ടങ്ങളെ സാധിച്ചു കൊടുക്കുവാനും ഭക്തസംരക്ഷണത്തിനുമായി ശാശ്വതമായി ഭൂമിയിൽ വസിക്കാൻ തീരുമാനിച്ച് ആദിശേഷനും ശ്രീലക്ഷ്മിയുമായി കൂടി ആലോചിച്ചു. ആദിശേഷൻ ഭൂമിയിൽ ഒരു മലയുടെ രൂപത്തിൽ നിലകൊണ്ടു. ആ മലയാണ് ശേഷാദ്രി. 7 ശൈലങ്ങൾ ചേരുന്ന സ്ഥലമാണ് തിരുപ്പതി. ഈ മലനിര സപ്തഗിരി എന്നും ശേഷാചലമെന്നും തിരുമലയെന്നും അറിയപ്പെടുന്നു. ആദിശേഷന്റെ 7 ഭണങ്ങളായും ഈ 7 മലനിരകളെ സങ്കല്പം ചെയ്യുന്നു. 7ാമത്തെ ശിഖിരമായ വെങ്കിടാദ്രിക്ക് മുകളിലാണ് ശ്രീ വെങ്കിടേശ്വരന്റെ സുവർണ ക്ഷേത്രം. എന്നാൽ ഈ 7 മലകളും പവിത്രമായ സാളഗ്രാമങ്ങളാണെന്നും പറയപ്പെടുന്നുണ്ട്. ശ്രീ വെങ്കിടേശ്വര ചിത്രം വർണ്ണിച്ചിട്ടുള്ളത് സ്കന്ദപുരാണത്തിലെ 2ാമത്തെ ഖണ്ഡമായ വൈഷ്ണവ ഖണ്ഡത്തിൽ 40 അധ്യായങ്ങളിലായിട്ടാണ്. അതിൻ പ്രകാരം മഹർഷി ശ്രീ അഗസ്ത്യന്റെ പ്രാർത്ഥനയെ മാനിച്ചാണ് മഹാവിഷ്ണു വെങ്കിടേശ്വരഗിരിയിൽ വസിക്കുവാൻ തീരുമാനിക്കുന്നത്. ഇതിൽ പത്മാവതി ദേവിയുടെ കഥ, ശ്രീനിവാസ വിവാഹം തുടങ്ങിയവ വിസ്തൃതമായി പ്രതിപാദിച്ചിട്ടുണ്ട്. ശ്രീ വെങ്കിടാചല സുപ്രഭാതം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: കൗസല്യ സുപ്രജ രാമപൂർവ സന്ധ്യാ പ്രവർത്തതേ, ഉത്തിഷ്ഠ നരശാർദൂല കർത്തവ്യം ദൈവമാഗ്നികം എന്ന വാൽമീകി രാമായണത്തിലെ ബാലകാണ്ഡത്തിലെ ശ്ലോകത്തെയാണ് ഭക്തകവി ശ്രീ വെങ്കിടേശ്വര സുപ്രഭാതത്തിലെ പ്രഥമ വരികളായി സ്വീകരിച്ചിട്ടുള്ളത്. ക്ഷേത്ര ചടങ്ങുകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഭഗവാനെ പള്ളി ഉണർത്തൽ. വാസ്തവത്തിൽ ജാഗ്രത്, സ്വപ്ന സുഷുപ്തി അവസ്ഥകൾക്ക് സാക്ഷി മാത്രം വഹിക്കുന്ന ഭഗവാന് ഉറക്കം, ഉണരൽ എന്നിവയില്ലെങ്കിലും ഭക്തന്മാരുടെ സൗകര്യാർത്ഥം രാത്രി നട അടയ്ക്കുകയും നട തുറന്ന് പ്രഭാതത്തിൽ ഭഗവാനെ പള്ളി ഉണർത്തുന്നതുമായിട്ടാണ് സങ്കല്പം. ശ്രീ വാസ്താദ്രിനാഥൻ കാഞ്ചീപുരത്ത് വസിച്ചിരുന്നു. വിശിഷ്ട ദൈത്യത്തിന്റെ പ്രചാരകനായ അദ്ദേഹം മതപരമായ തർക്കങ്ങളിൽ വാക്ചാതുര്യം കൊണ്ട് പ്രതിവാദങ്ങൾക്കൊന്നും ഭയമായിരുന്നതിനാൽ അദ്ദേഹത്തെ പ്രതിഭാതി ഭയങ്കരൻ എന്ന് വിശേഷിപ്പിച്ചിരുന്നു അത്രേ. ശ്രീ വെങ്കടേശ്വര സുപ്രഭാതത്തെ കവി 4 ഭാഗങ്ങളായി തരംതിരിച്ചിട്ടുണ്ട്. ഒന്നാമത് ശ്രീ വെങ്കടേശ്വര സുപ്രഭാതം, അതായത് പള്ളി ഉണർത്തൽ. 2ാം ഭാഗം ശ്രീ വെങ്കടേശ്വര സ്തോത്രം, ഭഗവാനെ സ്തുതിക്കുന്നത്. 3ാമത് ശ്രീ വെങ്കടേശ്വര പ്രവർത്തി അഥവാ ഭഗവാനെ ശരണം പ്രാപിക്കൽ. 4ാമത് വെങ്കടേശ്വര മംഗളശാസനം, മംഗളം ആശംസിക്കൽ. വെങ്കിടാചല സുപ്രഭാതത്തിന്റെ പ്രഥമ വരി പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും: യാഗരക്ഷണത്തിനായി ശ്രീ വിശ്വാമിത്ര മഹർഷി രാമലക്ഷ്മണന്മാരെ തന്നോടൊപ്പം അയക്കാൻ ആവശ്യപ്പെടുന്നു. ദശരഥന് അതിൽ നീരസം തോന്നിയെങ്കിലും മാതാവായ കൗസല്യാദേവി പുത്രന്മാരെ കുളിപ്പിച്ച് അണിയിച്ചൊരുക്കി വനഗമനത്തിനായി തയ്യാറാക്കി നിർത്തി. അവർ യാത്ര ചെയ്ത് സരയൂ നദിക്കരയിലെത്തി. നരസിംഹമൂർത്തിയായി ഭഗവാൻ എടുത്ത ഭയങ്കര രൂപത്തെയും അനുസ്മരിപ്പിച്ചുകൊണ്ട് സരയൂ നദിക്കരയിൽ വെറും തറയിൽ പുൽപ്പരപ്പിൽ കിടന്നുറങ്ങുന്ന ബാലനായ രാമനെ രാക്ഷസ ഉന്മൂലനാർത്ഥം ശ്രീ വിശ്വാമിത്ര മഹർഷി ഉണർത്തുന്നതായിട്ടാണ് പ്രഥമ വരികൾ കാണപ്പെടുന്നത്. അത്രി മുതലായ സപ്തർഷികൾ, ശ്രീ പരമേശ്വരൻ, ബ്രഹ്മാവ്, സുബ്രഹ്മണ്യൻ, ദേവേന്ദ്രൻ തുടങ്ങിയ ദേവന്മാർ, ശ്രീ നാരദ മഹർഷി, അഷ്ടദിക്പാലകന്മാർ, പക്ഷിരാജനായ ഗരുഡൻ, മൃഗാധിനാഥനായ സിംഹം, നാഗരാജാവായ വാസുകി, ഗജരാജനായ ഐരാവതം, ഹയാതി, രാജനായ ഉച്ചശ്രവസ്, ആകാശമണ്ഡലത്തിലെ നവഗ്രഹങ്ങൾ എന്നിവരെല്ലാം പത്മനാഭ പുരുഷോത്തമ, വാസുദേവ, വൈകുണ്ഠമാധവ, ജനാർദ്ദന, ചക്രപാണി, കൽപ്പവൃക്ഷമായ സർവവ്യാപിയായ ശ്രീ വെങ്കടേശ്വര അങ്ങേക്ക് സുപ്രഭാതം ആലപിക്കുന്നു. ഇപ്രകാരം പല ശ്ലോകങ്ങൾ കൊണ്ട് ശ്രീ വെങ്കടേശ്വരന്റെ അവദാനങ്ങളെ കീർത്തിച്ച് പ്രഭാത നമസ്കാരങ്ങൾ അർപ്പിച്ച ശേഷം കവി അടുത്ത അധ്യായമായ തോടകവൃത്തത്തിലുള്ള ശ്രീ വെങ്കടേശ്വര സ്തോത്രത്തിലേക്ക് കടക്കുന്നു. വെങ്കടേശ്വര സ്തോത്രം ഇങ്ങനെ: കമലാകുചൂചുക കുങ്കുമദോ നിയതാരുണിതാതുല നീലനദോ കമലായതലോചനലോകപദേ വിജയീ ഭവ വെങ്കട ശൈലപദേ എന്ന ആദ്യത്തെ ശ്രീ വെങ്കടേശ്വര സ്തോത്രത്തിലൂടെ ലക്ഷ്മി ദേവിയുടെ മാറിടത്തിൽ ചാർത്തിയിരിക്കുന്ന അരുണവർണ്ണമെന്ന ആദ്യത്തെ കുങ്കുമവർണ്ണം കലർന്നതും അതുല്യമായ നീലവർണ്ണമായ ദേഹത്തോടു കൂടിയവനും താമരീതൾ പോലെ നീണ്ട കണ്ണുകളോട് കൂടിയവനും ലോകനാഥനുമായ വെങ്കിടാചലപതി വിജയിക്കുമാറാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തതായി ചരണാരവിന്ദ സ്തോത്രമാണ് വെങ്കടേശ്വര സുപ്രഭാതത്തിൽ. ശ്രീ വെങ്കടപതിയുടെ വക്ഷസ്ഥലത്തിൽ വസിക്കുന്ന ഈ ലോകത്തിന്റെ ഐശ്വര്യപ്രദാത്രിയും താമരപ്പൂക്കളാൽ അലങ്കരിക്കപ്പെട്ട പാണി വല്ലഭദ്വയത്തോടുകൂടിയ പത്മാസനത്തിലിരിക്കുന്ന വാത്സല്യാദി ഗുണങ്ങൾ കൊണ്ട് ഉജ്ജ്വലവുമായ ഭഗവതിയെ ഭക്തകവി വന്ദിക്കുകയാണ്.
ചരണാരവിന്ദ സ്തോത്രത്തിന്റെ ഈശാനാം ജഗദോസ്യ വെങ്കടപതേ വിഷ്ണു വര പ്രേയസീം തുടങ്ങുന്ന ആദ്യ ശ്ലോകത്തിലൂടെ പിന്നീട് നിത്യാശ്രിതായ നിരവധ്യ ഗുണായ ദുഭ്യംസ്യം കിങ്കരോ വൃഷഗിരശ നജാതു മഹ്യം എന്ന അവസാന ശ്ലോകത്തിൽ തന്നെ സ്വയം എപ്പോഴും ആശ്രിതസ്ഥാനമായിരിക്കുന്ന കുറ്റമറ്റ ഗുണങ്ങളോടുകൂടിയ ഭഗവാൻ വെങ്കിടപതിയുടെ കിങ്കരനായി ഭാവിച്ചുകൊണ്ടാണ് ഭക്തകവി ശരണം പ്രാപിക്കുന്നത്. ഇനി മംഗളസ്തോത്രത്തിലേക്ക് കടക്കാം. ത്രിഭുവന ലോകേശ്വരനും സകല ചരാചര സൃഷ്ടിസ്ഥിതിലയ കാരണഭൂതനുമായ ഭഗവാന് നിസ്സാരനായ താൻ മംഗളശാസനം ചെയ്യേണ്ടതുണ്ടോ എന്ന് സ്വയം ചിന്തിക്കുന്നുണ്ട്. എന്നാൽ ദാസ്യഭക്തനായ തന്റെ ഭക്തി വെങ്കടേശ്വരനോടുള്ള സ്നേഹം വർദ്ധിച്ച് പ്രേമത്തിന്റെ പരമകാഷ്ഠയായി പ്രാപിക്കുമ്പോൾ അവിടെ ഔപചാരികതയ്ക്കൊന്നും സ്ഥാനമില്ലെന്ന് കവി ശ്രീ വാസ്താദ്രിനാഥൻ മനസ്സിലാക്കുന്നു. പൂജയുടെ അവസാനത്തിലുള്ള ഒരു ആരതി പോലെ കണക്കാക്കി തന്റെ മംഗളശാസനം ഭഗവാൻ കൈക്കൊള്ളുമെന്ന് അദ്ദേഹം സമാധാനിക്കുന്നു. ശ്രീയകാന്തായ കല്യാണ നിധയേ നിധയേർത്തിനാം ശ്രീ വെങ്കട നിവാസായ ശ്രീനിവാസായ മംഗളം എന്നതാണ് ശ്രീ വെങ്കടേശ മംഗളശാസനത്തിലെ പ്രഥമ ശ്ലോകം. മഹാലക്ഷ്മിയുടെ കാന്തനും സർവമംഗളങ്ങൾക്ക് ഇരിപ്പിടവും അർത്ഥികളുടെ നിധിയും ശ്രീ വെങ്കിടഗിരിയിൽ വസിക്കുന്നവനുമായ ശ്രീനിവാസ ഭഗവാന് മംഗളം നേരുന്നു. അടുത്ത ശ്ലോകം ശ്രീ വൈകുണ്ഠ വിരക്തായ സ്വാമി പുഷ്കരണീതടേ രമയ രമാമാണയ വെങ്കടേശായ മംഗളം. ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയിട്ടുള്ളവർക്കറിയാം, നമുക്ക് ക്ഷേത്രത്തിന് ഫ്രണ്ടിൽ തന്നെയാണ് പുഷ്കരണി തീർത്ഥം, ഭഗവാന്റെ തീർത്ഥക്കുളം. അവിടെ സ്നാനം ചെയ്ത് വരാഹസ്വാമിയെ തൊഴുതതിന് ശേഷമാണ് നമ്മൾ തിരുപ്പതി ഭഗവാനെ ദർശനം നടത്തുന്നത്. അപ്പം തിരുപ്പതി ഭഗവാന്റെ വളരെ പ്രസിദ്ധമായ ലോകപ്രസിദ്ധമായ വെങ്കടേശ്വര സുപ്രഭാതത്തിൽ മംഗളസ്തോത്രത്തിൽ ആ പുഷ്കരണി തീർത്ഥത്തെക്കുറിച്ച് പറയുകയാണ്. ആ വെങ്കടേശന് മംഗളം നേർന്നുകൊണ്ട് ആ തീർത്ഥത്തെ പരാമർശിക്കുകയാണ്. ഇവിടെ ഭഗവാൻ തന്റെ ഭക്തന്മാരുടെ യോഗക്ഷേമത്തിനായി വൈകുണ്ഠം ത്യജിച്ച ശ്രീ പുഷ്കരണി തീരത്തിൽ ശ്രീ മഹാലക്ഷ്മിയോടൊപ്പം വാസമർപ്പിച്ചതായി പറയുന്നു. കൂടാതെ കവി തന്റെ ഗുരുവായ സുന്ദരരാജ മാതൃമുനിക്ക് മംഗളം നേർന്ന് തന്റെ ഗുരുഭക്തിയും ഈ വെങ്കിടാചല സുപ്രഭാതത്തിലൂടെ വ്യക്തമാക്കുന്നു. കവി മംഗളസ്തോത്രത്തിൽ പറയുന്നു ഇങ്ങനെ: ശ്രീമത് സുന്ദരജ മാതൃമുനി മാനസവാസിനെ സർവലോക നിവാസായ ശ്രീനിവാസായ മംഗളം. വെങ്കിടാചല സുപ്രഭാതത്തിന്റെ ഫലശ്രുതി. ഭഗവാനെ പള്ളിയുണർത്തി അവിടുത്തെ സ്തുതിച്ച് ഭക്തിയിലാറാടി അവിടുത്തെ തന്നെ ശരണം പ്രാപിക്കുന്ന വൃഷാചലപതിയുടെ ഈ സുപ്രഭാതം നിത്യവും പ്രഭാതത്തിൽ ഉണർന്ന് കീർത്തിക്കുന്നവർക്ക് സദാസമയവും ഭഗവത് സ്മൃതിയും പരാർത്ഥത്തെ സുലഭമായി പ്രദാനം ചെയ്യുന്ന പ്രജ്ഞയും സിദ്ധിക്കുന്നു. മാത്രവുമല്ല, നിത്യപാരായണം മോക്ഷപ്രാപ്തിയിലേക്ക് നയിക്കുന്നു എന്നതാണ് ശ്രീ വെങ്കടേശ്വര സുപ്രഭാതത്തിന്റെ ഫലശ്രുതി. ആദ്യമൂലപ്പൊരുളായ ശ്രീ വെങ്കടേശ്വരനെ സ്തുതിക്കുന്നത് സമസ്ത ദേവീദേവന്മാരെയും സ്തുതിക്കുന്നത് തുല്യമായതിനാൽ അവരുടെയെല്ലാം അനുഗ്രഹാശിസ്സുകളാണ് സിദ്ധിക്കുന്നത്. തിരുപ്പതി ബാലാജി ഭഗവാന്റെ ഏറ്റവും വലിയ പ്രത്യേകത കണ്ണുകളെ മറച്ചുകൊണ്ടുള്ള നെറ്റിയിലെ ഗോപിക്കുറിയാണല്ലോ. അതിനു നടുവിൽ കസ്തൂരി തിലകവും സുവർണ പത്മപീഠത്തിൽ നിൽക്കുന്ന ഭഗവാന്റെ തങ്ക വിഗ്രഹത്തിന് 8 അടിയോളം ഉയരമുണ്ട്. തലയിൽ വ്രജകിരീടം. മാറിടത്തിൽ വലത്തുഭാഗത്ത് മഹാലക്ഷ്മിയും ഇടതുഭാഗത്ത് പത്മാവതിയും. കൈകളിൽ രത്നം പതിച്ച ശംഖ, ചക്രം, ഗദാപങ്കജം. അരയിൽ പീതാംബരം, സ്വർണമണികൾ, അലുക്കിട്ട അരഞ്ഞാണം, പാദസരം, തോൾവളകൾ. സൗന്ദര്യോത്തരത്തോപി സുന്ദരതരം എന്ന് ഭട്ടതിരി നാരായണീയത്തിൽ ഗുരുവായൂരപ്പനെ പ്രകീർത്തിച്ചത് വെങ്കടേശ്വരന്റെ കാര്യത്തിലും സാർത്ഥകമാകുന്നു. ഉഷസിൽ സുപ്രഭാതം പാടി ഉണർത്തുന്ന ശ്രീ വെങ്കടേശ്വരനെ രാത്രിയിലെ അവസാന പൂജ ഏകാന്ത സേവയിൽ ശയനമണ്ഡപത്തിലെ സുവർണശൈലിയിൽ ഭോഗശ്രീനിവാസനെ പൂജാരികൾ താരാട്ടുപാടി ഉറക്കുന്നു. ദിനം പ്രതി 1 ലക്ഷത്തിനടുത്ത ആളുകൾ എത്തുന്ന ലോകത്തിലെ തന്നെ ഏക ക്ഷേത്രമാണ് തിരുപ്പതി ക്ഷേത്രം. ശ്രീനിവാസ ഗോവിന്ദ, ശ്രീ വെങ്കടേശ ഗോവിന്ദ, ഭക്തവത്സല ഗോവിന്ദ, ഭാഗവത പ്രിയ ഗോവിന്ദ, ഗോവിന്ദ ഹരി ഗോവിന്ദ, ശ്രീ വെങ്കിടരമണ ഗോവിന്ദ, ഗോവിന്ദ ഹരി ഗോവിന്ദ, ശ്രീ വെങ്കിടരമണ ഗോവിന്ദ. എല്ലാവർക്കും തിരുപ്പതി ബാലാജി ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.